കേരളമൊട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും. വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം. ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ. കിലോ ബസാർ വടക്കാഞ്ചേരി, നിയർ ബ്ലോക്ക് ഓഫീസ് അകമല. കോൺടാക്ട് 9037921329. വീണ്ടും വാർത്തയിലേക്ക്. ലേ ഓഫ് മൂലം നിശ്ചലമായ വിരുപ്പാക്ക സഹകരണ സ്പിന്നിംഗ് മിൽ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. അടുത്ത മാസം ആദ്യവാരത്തോടെ ആധുനിക മെഷീനുകൾ പ്രവർത്തിച്ചു തുടങ്ങുമെന്നും മില്ലിനെ പ്രവർത്തന മികവിൽ എത്തിക്കുമെന്നും നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉന്നയിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. 2023 ഫെബ്രുവരി മുതൽ ലേ ഓഫിലായിരുന്ന വിരുപ്പാക്കയിലെ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. മില്ലിലെ 138 ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ തുടർച്ചയായ ഇടപെടലുകളെ തുടർന്ന് സർക്കാർ അനുകൂല നടപടികൾ സ്വീകരിച്ചത്. നമ്മുടെ സർക്കാർ 23 കോടി രൂപ വൈദ്യുതി കുടിശ്ശിക എഴുതി തള്ളിയതും 30 കോടിയിലധികം രൂപ മുടക്കി നടപ്പിലാക്കിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉൽപാദനക്ഷമതയുള്ള ആധുനിക മെഷീനുകൾ സ്ഥാപിക്കുകയും ചെയ്ത വിരുപ്പാക്കയിലെ സഹകരണ സ്പിന്നിംഗ് മിൽ ലേ ഓഫ് അവസാനിപ്പിച്ച് പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തണമെന്നും അടക്കമുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖല വ്യവസായ സ്ഥാപനങ്ങളുടെ പുത്തൻ ഉണർവിനായുള്ള ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സബ്മിഷൻ. മില്ലിന്റെ ലേ ഓഫ് അവസാനിപ്പിച്ച് പ്രവർത്തന മികവിൽ എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. 30 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ആധുനിക മെഷീനുകൾ ഫെബ്രുവരി ആദ്യവാരത്തോടെ പ്രവർത്തിച്ചു തുടങ്ങും. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കോട്ടൺ ബോർഡ് വഴി പരുത്തി ലഭ്യമാക്കുന്നതോടെ അസംസ്കൃത വസ്തുക്കളുടെ കുറവ് പരിഹരിക്കാനാകും. മില്ലിന്റെ 23 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്ത് എഴുതിത്തള്ളി. നിലവിൽ ഓഫീസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും പുതിയ GST രജിസ്ട്രേഷൻ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ HT വൈദ്യുതി കണക്ഷൻ ലഭിക്കുവാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നു. മില്ലിന്റെ കൈവശമുള്ള 10 ഏക്കറോളം വരുന്ന അധിക ഭൂമി വാഴാനി ഡാമിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ ടൂറിസം അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതയും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. നിലവിൽ ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തീർക്കുന്നതിനായി 1.60 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള തൃശൂർ സഹകരണ സ്പിന്നിംഗ് മില്ല് 29.98 കോടി രൂപ മുടക്കി നവീകരണ പ്രവർത്തനം നടത്തിയെങ്കിലും അത് കുറേ കാലമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. വീണ്ടും ഫെബ്രുവരി 23 മുതൽ 2023 ലേ ഓഫ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിനകത്ത് 23 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ഗവൺമെൻറ് ഏറ്റെടുത്തു. മില്ലിൻ്റെ ബാധ്യതയിൽ നിന്നത് എഴുതിത്തള്ളി. റവന്യൂ റിക്കവറി നടപടികൾ ഒഴിവാക്കി നൽകി. ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കണക്ഷൻ നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. GST രജിസ്ട്രേഷൻ പുതുതായി നേടിയെടുത്തു. ഇപ്പോൾ ആധുനിക സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ മെഷീനുകൾ ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി പ്രവർത്തിപ്പിച്ച് കോട്ടൺ ബോർഡ് വഴി അസംസ്കൃത വസ്തുക്കൾ വാങ്ങി മില്ലിനെ ചുരുങ്ങിയ കാലയളവിൽ പ്രവർത്തന മികവിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. 2 വർഷത്തോളമായി പൂട്ടിക്കിടന്ന മിൽ തുറക്കുന്നതോടെ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പൊതുമേഖലാ വ്യവസായ രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് വഴിയൊരുങ്ങുന്നത്.